മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ ബാക്കി പത്രമാണ് ഉടമസ്ഥരില്ലാത്ത നൂറുകണക്കിന് വീടുകൾ. വാസയോഗ്യമാണെങ്കിലും പല വീടുകളിലേക്കും ആളുകൾ മടങ്ങിയെത്താൻ ഭയക്കുകയാണ്. ഉരുൾപൊട്ടലുണ്ടായ മേഖലയിലെ 108 ഹെക്ടർ ഭൂമി മനുഷ്യവാസത്തിന് പറ്റിയതല്ല എന്ന് സർക്കാർ നിയോഗിച്ച സമിതി കണ്ടെത്തിയിരുന്നു. മട്ടം, മുണ്ടക്കൈ, വെള്ളാർമല, ചൂരൽമല, അട്ടമല, പടവെട്ടിക്കുന്ന് ദുരന്തം ആർത്തലച്ചെത്തിയ ഭൂമി. ഉടമസ്ഥരില്ലാത്ത വീടുകൾ ഉപേക്ഷിച്ച് എവിടേക്കോ പോയ മനുഷ്യർ. 1 വർഷം കഴിയുമ്പോഴും ഇതാണ് ദുരന്ത ഭൂമിയിലെ കാഴ്ച. മുണ്ടക്കൈയിൽ വീടുകൾ ഉപേക്ഷിച്ചവർ വാടക വീടുകളിൽ തുടരുകയാണ്. വാസയോഗ്യമല്ലാത്ത പ്രദേശങ്ങളാണ് ഇതിൽ അധികവും. എന്നാൽ സർക്കാർ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്നില്ല എന്ന പരാതിക്ക് ഇനിയും പരിഹാരമായിട്ടില്ല. ഗവൺമെൻറ് പുനരധിവാസമായ ലിസ്റ്റ് തയ്യാറാക്കി വീടിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നല്ല കാര്യം തന്നെ, ആ രീതിയിൽ തന്നെ പോകുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇനിയും ഒറ്റപ്പെട്ട പ്രദേശങ്ങൾ ജനങ്ങൾ ഒറ്റപ്പെട്ട് കിടക്കുന്നുണ്ട്. അവരെയും കൂടി ഈ പുനരധിവാസ ലിസ്റ്റിൽ കൊണ്ടുവരണം. ഈ 1 വർഷമായിട്ട് ഒരു ജോലിക്കോ മറ്റുള്ളതിനൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഇതേ പരാതി പടവെട്ടിക്കുന്നുകാർക്കുമുണ്ട്. 3 വാർഡുകളിലായി 108 ഹെക്ടർ ഭൂമി വാസയോഗ്യമല്ല എന്നാണ് സർക്കാർ നിയോഗിച്ച ജോൺ മത്തായി സമിതി കണ്ടെത്തിയത്. നാട്ടുകാർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ഇക്കാര്യത്തിൽ വിയോജിപ്പുകളുണ്ട്. മുണ്ടക്കൈയിൽ ഒരു കാരണവശാലും താമസിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ പടവെട്ടിക്കുന്ന്, റാട്ടപ്പാടി, പിന്നെ അട്ടമല പ്രദേശം, അതുപോലെ കൊയിനാക്കുള റോഡ്, പിന്നെ 85-ലെ കുറച്ച് ഭീഷണിയിൽ കഴിയുന്ന ആളുകൾ, ഇത്തരം ആളുകളൊന്നും ലിസ്റ്റിൽ പെട്ടിട്ടില്ല. ഡയറക്റ്റ് ഹിറ്റായ ആളുകളെ സർക്കാർ രേഖാമൂലമുള്ള ആൾക്കാരെ പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു മഴ പെയ്താൽ പെരുകുന്ന ആശങ്ക, പുഴ കലങ്ങിയൊഴുകിയാൽ ആദിയേറുന്ന മനുഷ്യർ. ഇതാണ് ദുരന്തഭൂമിയിലെ ബാക്കി പത്രം. പുന്നപ്പുഴ ശാന്തമായി ഒഴുകുകയാണ്. വെള്ളാർമല സ്കൂളിന് അരികു ചേർന്ന് പുഴയോരത്ത് തകർന്ന സ്വപ്നങ്ങളുടെ ചാരത്തിൽ നിന്ന് ഒരു കൂട്ടം മനുഷ്യർ ജീവിതം കരുപ്പിടിപ്പിക്കുകയാണ്. അവർക്കൊപ്പം ചേർന്നുകൊണ്ട് എസ് വിജയകുമാർ, ടീം 24.